അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 7ാം ക്ലാസ്സിലെ തജ്വീദിലെ 4ാമത്തെ പാഠം സിഫാത്തുൽ ഹുറൂഫ് 1. ഓക്കെ, ഹർഫുകളുടെ സിഫത്തുകളെ കുറിച്ചാണ് ഈ പാഠത്തിൽ വിശകലനം ചെയ്യുന്നത്. താഴെ കോളത്തിൽ കൊടുത്ത അക്ഷരങ്ങൾ അവയുടെ മഖ്റജ് പാലിച്ച് പറഞ്ഞു നോക്കൂ. ഖ, ക, സ്വ, സ, ത്വ, ത. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ആദ്യ കോളത്തിലെ അക്ഷരങ്ങളും 2ാം കോളത്തിലെ അക്ഷരങ്ങളും പരസ്പരമുള്ള ശബ്ദ വ്യത്യാസം ശ്രദ്ധിച്ചോ? ഖ, ക, സ്വ, സ, ത്വ, ത. ആദ്യ കോളത്തിൽ അക്ഷരങ്ങൾക്ക് വായ നിറച്ച ശബ്ദ രീതിയാണ് ഉള്ളത്. ഖ എന്ന് പറയുമ്പോൾ വായ നിറയെ ശബ്ദ രീതിയാണ്. സ്വ, ത്വ. ഇവിടെ അങ്ങനെയല്ലല്ലോ. ക, ഖ, ക, സ്വ, സ, ത്വ, ത. എന്നാൽ 2ാം കോളത്തിലെ അക്ഷരങ്ങൾക്ക് മൃദുവായ ശബ്ദ രീതിയാണ്. സ, ത, ക. ഓക്കെ, അറബി ഭാഷയിലെ മുഴുവൻ അക്ഷരങ്ങൾക്കും ഇതുപോലെ വ്യത്യസ്തമായ ശബ്ദ സ്വഭാവങ്ങൾ ഉണ്ട്. അക്ഷരങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഇത്തരം ശബ്ദ സ്വഭാവങ്ങൾക്ക് പറയുന്ന പേരാണ് സിഫാത്ത്. ഓക്കെ, അപ്പോൾ അറബി ഭാഷയിലെ മുഴുവൻ അക്ഷരങ്ങൾക്കും ഇതുപോലെ നമ്മൾ പറഞ്ഞതുപോലെയുള്ള വ്യത്യസ്തമായ ശബ്ദ സ്വഭാവങ്ങളുണ്ട്. അക്ഷരങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഇത്തരം ശബ്ദ സ്വഭാവങ്ങൾക്കാണ് എന്ത് പറയാം? സിഫാത്ത് എന്ന് പറയാം. ഇപ്പൊ കായും ക എന്നുള്ളത് നമ്മൾ വ്യത്യാസം മനസ്സിലാക്കിയില്ല. അതുപോലെ സ്വ, സ, ഇതൊക്കെ സിഫത്ത് കൊണ്ടാണ് അവ വേർതിരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, അക്ഷരങ്ങളുടെ മഖ്റജുകളോടൊപ്പം ഈ ശബ്ദ വ്യത്യാസങ്ങൾ കൂടി ശ്രദ്ധിച്ചാലേ ഉച്ചാരണം കൃത്യമാവുകയുള്ളൂ. ഇത് അറബി ഭാഷയുടെ തന്നെ പ്രത്യേകതയാണ്. ഇപ്പൊ ഈ അക്ഷരങ്ങളുടെ മഖ്റജുകളോടൊപ്പം ഈ ശബ്ദ വ്യത്യാസങ്ങൾ കൂടി ശ്രദ്ധിച്ചാലേ ഉച്ചാരണം കൃത്യമാവുകയുള്ളൂ നമ്മുടെ. ഇത് അറബി ഭാഷയുടെ പ്രത്യേകത തന്നെയാണ്. ഖുർആൻ പാരായണത്തിൽ ഈ സിഫാത്തുകൾ പാലിക്കൽ എന്താണ്? നിർബന്ധമാണ്. സിഫത്തുകൾ കൂടി പാലിക്കുമ്പോഴാണ് നമ്മുടെ ഖുർആൻ പാരായണം മനോഹരമാകുന്നത്. 18 സിഫാത്തുകളാണ് ഉള്ളത്. ഒരു അക്ഷരത്തിൽ തന്നെ ഒന്നിലധികം സിഫത്തുകൾ, ശബ്ദ സ്വഭാവങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഒരേ അക്ഷരത്തിൽ നിന്ന് തന്നെ എന്ത് ചെയ്യും? ഒന്നിലധികം സിഫത്തുകൾ ഉണ്ടാകും. ഇവയിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 9 സിഫത്തുകൾ നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മൾ സിഫത്തുകൾ കൂടി പാലിക്കുമ്പോഴാണ് നമ്മുടെ ഖുർആൻ പാരായണം മനോഹരമാകുന്നത്. 18 സിഫത്തുകളുണ്ട്. ഒരു അക്ഷരത്തിൽ നിന്ന് തന്നെ ഒന്നിലധികം സിഫത്തുകൾ ഉണ്ടാവും. ഇവയിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 9 സിഫത്തുകൾ നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. ഒന്നാമത്തെ ഹംസ്, ഷിദ്ദത്ത്, റിഹ്വ്, അൽ-ഇസ്തിഅലാ, ഇസ്തിഫാല്, ഇത്ബാഖ്, ഖൽഖലത്ത്, സ്വഫീർ, തക്രീർ. ഇതൊക്കെ അൽ ഹംസ്, അശ്ശിദ്ദ, അൽ-റിഹ്വ്, അൽ-ഇസ്തിഅലാ, അൽ-ഇസ്തിഫാൽ, അൽ-ഇത്ബാഖ്, അൽ-ഖൽഖലത്ത്, അസ്-സ്വഫീർ, തക്രീർ. ഓക്കെ, തദ്രീബാത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ഉത്തരം കണ്ടെത്താം എന്നതാണ്. സിഫത്ത് എന്നാൽ എന്ത്? എന്താണ് സിഫത്ത്? അക്ഷരങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ശബ്ദ സ്വഭാവങ്ങൾക്കാണ് എന്ത് പറയുക? സിഫത്ത് എന്ന് പറയുക. 2, ഒരേ മഖ്റജിൽ നിന്ന് പുറപ്പെടുന്ന 2 അക്ഷരങ്ങൾ കണ്ടെത്തി എഴുതുക. ഖാഫ്, കാഫ്. സിഫാത്തിൽ വ്യത്യാസം ഉണ്ടെങ്കിലും ഒരേ മഖ്റജിൽ നിന്നാണ് പുറപ്പെടുന്നത്. 3, സിഫത്ത് എന്നതിന്റെ ബഹുവചനം എന്താണ്? സിഫത്ത് എന്നതിന്റെ ബഹുവചനം എന്താണ്? സിഫാത്ത്. ബഹുവചനം എന്ന് പറഞ്ഞാൽ സിഫത്തറ 1, സിഫാത്ത് എന്ന് പറഞ്ഞാൽ സിഫത്തുകൾ. 4, എത്ര സിഫത്തുകളുണ്ട്? 18 സിഫത്തുകളാണ് ഉള്ളത്. 5, എപ്പോഴാണ് നമ്മുടെ ഖുർആൻ പാരായണം മനോഹരമാകുന്നത്? സിഫത്തുകൾ കൂടി പാലിക്കുമ്പോഴാണ് നമ്മുടെ ഖുർആൻ പാരായണം മനോഹരമാകുന്നത്. 2ാമത്തെ പ്രവർത്തനം, 9 സിഫത്തുകൾ ഉസ്താദിന് മനഃപ്പാഠം ചൊല്ലി കേൾപ്പിക്കൂ. നമ്മൾ നേരത്തെ പറഞ്ഞ ഹംസ്, ഷിദ്ദത്ത്, റിഹ്വ്, ഇസ്തിഅലാ, ഇസ്തിഫാല്, ഇത്ബാഖ്, ഖൽഖലത്ത്, സ്വഫീർ, തക്രീർ. ഈ 9 സിഫത്തുകൾ എന്ത് ചെയ്യുക? ഉസ്താദിന് മനഃപ്പാഠം ചൊല്ലി കേൾപ്പിക്കൂ എന്നാണ് 2ാമത്തെ പ്രവർത്തനം. ആണ് നമ്മുടെ പാദവാർഷിക പരീക്ഷയ്ക്കുള്ളത്. എല്ലാവരും വളരെ രീതിയിൽ പഠിക്കുക. വളരെ എളുപ്പമുള്ള 4 പാഠങ്ങളാണ്. 1ാമത്തെ പാഠം തൊട്ട് 4ാമത്തെ പാഠം വരെ വിശദീകരിച്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു മോഡൽ ചോദ്യപേപ്പറും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വളരെ നല്ല രീതിയിൽ പഠിക്കുക. അല്ലാഹു തആല നല്ല രീതിയിൽ പഠിക്കാനും ഖിറാഅത്ത് ഓതാനും പരീക്ഷയിലൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യാനും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.